ഗുഡ് മോർണിംഗ്. ഐ എം സന്തോഷ്, ELV കൺസൾട്ടൻറ്റ്. സോ ഞാൻ ഇന്ന് ഇപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ആദ്യം പറഞ്ഞ സംഭവം തന്നെ ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പാർട്ടാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം രണ്ട് മൈൻഡ് ഉണ്ട്. ഒരു മൈൻഡ് സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ്മാൻ അല്ലെങ്കിൽ നമ്മൾ. രണ്ടാമത് ബയ്യർ. ഓക്കെ, ഇങ്ങനെ രണ്ട്, ഇത് ബയ്യർ മൈൻഡ്, ഇത് സെല്ലർ മൈൻഡ്. ഓക്കെ, രണ്ട് മൈൻഡാണ്. ഓക്കെ, രണ്ട് വ്യക്തികൾ, അവർക്ക് രണ്ട് മൈൻഡാണ്. സോ ഈ രണ്ട് മൈൻഡിൻ്റെ അകത്ത് ആണ് ഇപ്പം നമ്മൾ ഈ പറയുന്ന സെയിൽസിൻ്റെ ഇത് നടക്കാൻ പോകുന്നത്. ഈ മൈൻഡിനകത്ത് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് അഡൾട്ട്, രണ്ട് ഇന്നർ ചൈൽഡ്. അതുപോലെ ഇവിടെ അഡൾട്ട്, ഇന്നർ ചൈൽഡ്. ഓക്കെ, സോ ഒരു മൈൻഡിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് അഡൾട്ട്, ഒന്ന് ഇന്നർ ചൈൽഡ്. എല്ലാവരുടെ മനസ്സിനകത്തും ഒരു അഡൾട്ട് ഉണ്ട്. ഞാനൊരു വളർന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മളുടെ മനസ്സിനകത്തൊരു കുട്ടിയുണ്ട്, കുട്ടി മനസ്സുണ്ട്. അതിനെ കോൺഷ്യസും സബ് കോൺഷ്യസും വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മളുടെ കുട്ടി മൈൻഡിനെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കുട്ടിത്വത്തിന് സബ് കോൺഷ്യസിനകത്ത് സ്റ്റോർ ആയിരിക്കുന്ന സാധനമൊന്നും നമ്മളുടെ അഡൾട്ട് കോൺഷ്യസ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അഡൾട്ട്, ഇന്നർ ചൈൽഡ് തന്നെ രണ്ട് കാറ്റഗറിയിൽ നമ്മൾ തിരിക്കാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ അഡൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൗരവത്തിൽ ഈ നോ പറയുന്നത് അഡൾട്ടാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്നർ ചൈൽഡിൻ്റെ കുറേ പ്രോബ്ലംസ് കൊണ്ടാണ് നമ്മൾ ഈ നോ നമ്മളുടെ അഡൾട്ട് പറയുന്നത്. എന്താ നമ്മളുടെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നർ മൈൻഡിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ, എന്തുവാ, സ്കെയർസിറ്റി ഉണ്ടാവും, പേടി ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ റെഡി അല്ല എന്നുള്ള ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഇന്നർ മൈൻഡിനകത്ത് കിടക്കുകയാണ്. ഇതാണ് നമ്മളുടെ അഡൾട്ട് മൈൻഡിൽ കൊണ്ടുവന്ന് നോ പറയിപ്പിക്കുന്നത്. ഓക്കെ, സോ അപ്പം നമ്മളൊരു സെയിൽസ്മാൻ, അഡൾട്ട് ചൈൽഡ്, ഇന്നർ ചൈൽഡ്, അഡൾട്ട് ഇന്നർ ചൈൽഡ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അഡൾട്ട് മൈൻഡ് സ്ട്രോങ് ആണ്, ഇന്നർ കസ്റ്റമറിൻ്റെ അഡൾട്ട് മൈൻഡും സ്ട്രോങ് ആണ്. പക്ഷേ ഈ ഇന്നർ ചൈൽഡും വീക്കാണ്. സോ നമ്മളുടെ അഡൾട്ടിനെ വെച്ച് കസ്റ്റമറിൻ്റെ ഇന്നർ ചൈൽഡിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അഡൾട്ട് മൈൻഡ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ എങ്ങനെ ഈ ഇന്നർ ചൈൽഡിനെ, നമ്മളെല്ലാവരും നമ്മളെ മനസ്സിനകത്തുള്ള കുട്ടിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ പോകുമ്പം ഫ്രണ്ടിൽ പോകുമ്പോൾ കുറച്ച് ഈ ചായപ്പൊടിയൊക്കെ വെച്ചിരിക്കും. ഇപ്പം ചിലർക്ക്, എനിക്കൊക്കെ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചായപ്പൊടി എടുത്ത് വായിൽ തട്ടി ആ ടേസ്റ്റ് നുണയ്ക്കും. സോ എൻ്റെ ഉള്ളിലുള്ള കുട്ടിയാണ്. അതുപോലെ ചിലർക്ക് ഈ പഞ്ചസാര കാണുമ്പോൾ ഇഷ്ടമായിരിക്കും. അപ്പോൾ ആരും കാണാൻ കുറച്ച് പഞ്ചസാര എടുത്ത് വായിലിടും. ഇതിൻ്റെ അഡൾട്ട് മൈൻഡിനെ ഗൗരവത്തിൽ പിടിച്ച് നിൽക്കും. പക്ഷേ ഇന്നർ ചൈൽഡ് ഇതൊന്നും നോക്കത്തില്ല. അത് കിട്ടുമ്പോൾ അതിനെടുത്ത് കഴിക്കണം എന്നുള്ള ആ തോട്ട് പ്രോസസ്സ്, ആ കുട്ടിത്വം അവിടെ നിൽക്കും. അതാരും കാണാതെ അത് ചെയ്യും. ഓക്കെ, സോ എല്ലാ മൈൻഡിനകത്തും ആ ഇന്നർ ചൈൽഡ് ഉണ്ട്, അഡൾട്ട് മൈൻഡ് ഉണ്ട്. അഡൾട്ട് മൈൻഡിനെ അറിയാൻ ഇത് തെറ്റാണ് ചെയ്തത്, അതുകൊണ്ട് അത് ഗൗരവത്തിൽ നിൽക്കും. പക്ഷേ ഇന്നർ ചൈൽഡ് ആരും കാണാതെ അതിൻ്റെ കാര്യങ്ങൾ അത് ചെയ്യും. സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിയർ, ഈ ഫോളോ അപ്പിലുള്ള ഫിയർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്കെയർസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ റെഡി അല്ല എന്നുള്ള സ്റ്റേജസ് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ ഇന്നർ ചൈൽഡാണ്. പക്ഷെ നമ്മൾ അഡൾട്ട് എന്ന് പറയുന്നത് നോ പറഞ്ഞു. അഡൾട്ട് നമ്മളെടുത്ത് നോ പറഞ്ഞു, സെയിലറിൻ്റെ അടുത്ത്. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിൽസ്മാൻ്റെ പ്രോബ്ലംസ് ആണ്. സെയിൽസ്മാൻ എന്തൊക്കെയാണ് പ്രോബ്ലം? അവന് പ്രൊഡക്റ്റ് നോളജ് ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ അവൻ സെൽഫ് എസ്റ്റീമേറ്റ് എടുക്കും. എൻ്റെ അടുത്താണ് ഇയാൾ നോ പറഞ്ഞത്. എങ്ങനെ ഇങ്ങനെ എൻ്റെ അടുത്ത് നോ പറയാം? ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല് ഇല്ലായ്മയായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഇന്നർ ചൈൽഡിൻ്റെ പ്രോബ്ലം. സോ ഞാൻ ഈ നോ വിചാരിക്കുന്നത് എൻ്റെ ഇന്നർ ചൈൽഡിനെയാണ് അയാൾ നോ പറഞ്ഞെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ അഡൾട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അഡൾട്ടിന് നമുക്കറിയാന്നുള്ള അറിവ് വെച്ചിട്ടുള്ള അഡൾട്ടിന് ഈ ഇന്നർ ചൈൽഡിൻ്റെ ഫിയറിനെ ടൈം എടുത്ത് പോയിപ്പിക്കാൻ പറ്റും. സോ നമ്മൾ ഈ ഇന്നർ ചൈൽഡിനെ, ബയ്യറെ ഇന്നർ ചൈൽഡിനെ സെല്ലറിൻ്റെ അഡൾട്ട് മൈൻഡ് വെച്ച് സോൾവ് ചെയ്ത് നമുക്ക് ബയ്യറെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാനും പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൈക്കോളജിക്കൽ സംഭവം. ഓക്കെ, ഈ ഫോളോ അപ്പ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെയില് ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റും. എവിടെയാണ് നമ്മൾ ഈ ഫോളോ അപ്പ്, ഈ എക്സ്പേർട്ട് സെയിൽസിൻ്റെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ ഒരു മാസം 10 കൊട്ടേഷൻ കൊടുക്കുന്നത് വെച്ചോ, അല്ലെങ്കിൽ ഒരു 1 വീക്കിൽ 10 കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇതിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എത്ര കൊട്ടേഷനാണ് ഫോളോ അപ്പ് ആവുന്നത്.
ഓർഡർ ആവുന്നത്. 2 എണ്ണം ചിലപ്പം നമുക്ക് ഓർഡർ ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കി 8 എണ്ണം നമ്മൾ ഫോളോ അപ്പിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമ്മൾ ഫോളോ അപ്പിൽ ഇട്ടില്ലെങ്കിൽ ഈ 8 എണ്ണത്തിൽ നമുക്കുള്ള ക്വാളിഫൈഡ് കസ്റ്റമേഴ്സ് ചിലപ്പോൾ 4 പേരുണ്ടാവും. ആ 4 പേരെ ഫോളോ അപ്പ് ചെയ്ത് ഓർഡർ ചെയ്ത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബിസിനസ് കിട്ടാതെ പോകും. സോ നമ്മൾ ചെയ്യാനുള്ളത്, സെയിൽസ് എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് മണി ഇരിക്കുന്നത് ഫോളോ അപ്പിലാണ്. ബിഗ് മണി ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പോയി വിൽക്കുമ്പോൾ ഡയറക്റ്റ് സെയിലാവുന്നത്, ഡയറക്റ്റ് നമുക്ക് വരുന്ന ഓർഡേഴ്സ് ചെറുതായിരിക്കും. ഏറ്റവും വലിയ ബിസിനസ് വരാൻ പോകുന്നത് ഫോളോ അപ്പിലൂടെയാണ്. നമ്മൾ ആ ഫോളോ അപ്പിനെയാണ് നമ്മൾ ഒതുക്കി വെച്ചിട്ട് നമ്മൾ വീണ്ടും ന്യൂ കസ്റ്റമർ തേടി പോകുന്നത്. ന്യൂ കസ്റ്റമർ തേടി പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. കാരണം അത് അൺനോൺ ഫേസാണ്. നമ്മൾ ആദ്യമായിട്ടാണ് അവരെ നമ്മളെ ട്രാക്കിൽ കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടമാണ്. ഇത് നമ്മൾ ആൾറെഡി പ്രസൻറ്റേഷൻ എടുത്ത് ഈ കസ്റ്റമർക്ക് നമ്മൾ നല്ല രീതിയിൽ അറിയാം. നമ്മളെ നോൺ ഫേസാണ്. സോ നമുക്ക് അവരുടെ അടുത്ത് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആൾറെഡി നമ്മളെ പ്രോഡക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടു, നമ്മളെ പ്രൈസ് ഉണ്ട്, അവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുന്നത് ഇതിനേക്കാൾ ഈസിയാണ്. നമ്മൾ പുതിയ കസ്റ്റമർ തേടി പോകുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഒരു കമ്പനിക്ക് കോക്ക എന്നൊരു സാധനമുണ്ട്, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വസിഷൻ. ആ ഒരു സാധനത്തിന് വലിയ ഹ്യൂജ് എമൗണ്ട്. ഒരു കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് 3 രീതിയിലുള്ള പ്രോബ്ലംസ് വരും. ഒന്ന്, നമുക്ക് മണി വേണം, പിന്നെ ടൈം വേണം, പിന്നെ നമ്മുടെ എനർജി വേണം, എഫേർട്ട്. മണി, ടൈം, എഫേർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു പുതിയ കസ്റ്റമറെ തേടി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പഴയ കസ്റ്റമറിനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. കാരണം ബിക്കോസ് ഇറ്റ്സ് എ നോൺ ഫേസ്. നമ്മൾ ആൾറെഡി ഈ മണി, ടൈം, എഫേർട്ടും ഈ